വർഷം നീണ്ട ദില്ലി അതിർത്തിയിലെ സമരത്തിനൊടുവിൽ 3 വിവാദ കാർഷിക നിയമങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചിരുന്നു. എന്നാൽ അന്ന് കർഷകർക്ക് നൽകിയ ഉറപ്പുകൾ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയില്ല എന്നാണ് കർഷകർ ആരോപിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും കർഷകർ സമരരംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. കാർഷിക വിളകൾക്ക് താങ്ങുവില ഉറപ്പാക്കുക, കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുക, എം എസ് സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശകൾ നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് കർഷകർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ അനുകൂലമായി യാതൊരു നടപടിയും സ്വീകരിക്കാത്ത പശ്ചാത്തലത്തിലാണ് വീണ്ടും കർഷകർ ശക്തമായ സമരത്തിലേക്ക് നീങ്ങുന്നത്. അഖിലേന്ത്യാ കിസാൻ സഭ ഉൾപ്പെടുന്ന സംയുക്ത കിസാൻ മോർച്ചയുടെ നേതൃത്വത്തിൽ ദില്ലിയിൽ നടന്ന മഹാപഞ്ചായത്തിൽ 5000-ഓളം കർഷകരാണ് പങ്കെടുത്തത്. ഈ മഹാപഞ്ചായത്ത് നൽകുന്ന ആഹ്വാനം എന്നത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയെ പരാജയപ്പെടുത്താൻ രാജ്യത്തെ എല്ലാ കർഷകരും ഒന്നിക്കണം എന്നതാണ്. രാജ്യവ്യാപകമായി കർഷകർ BJP-ക്കെതിരെയും നരേന്ദ്രമോദിക്കെതിരെയും പ്രചരണം നടത്തണം എന്നും ഈ മഹാപഞ്ചായത്ത് ആഹ്വാനം ചെയ്യും. ഇന്ത്യയെ രക്ഷിക്കാൻ, കർഷകരെ രക്ഷിക്കാൻ വേണ്ടി, കോർപ്പറേറ്റ് കൊള്ളയെ തടയാൻ വേണ്ടി മോദി സർക്കാരിനെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തണം എന്ന ഉറച്ച ഒരു ദൃഢനിശ്ചയത്തോടെയാണ് കർഷകരും തൊഴിലാളികളും ഇവിടെ വന്നിരിക്കുന്നത്. जो भी इनका नेता आएगा गांव में उसका बहिष्कार किया जाएगा, उनके लिए गांव सील किया जाएगा और चुनाव में भी उनको वोट नहीं दी जाएगी. ദില്ലിയിലെ സമരത്തിന് ശേഷം കർഷകർ മടങ്ങുകയാണ്. വലിയ ആവേശത്തോടെയാണ് ദില്ലി രാംലീല മൈതാനിയിലെ ഈ മഹാപഞ്ചായത്തിൽ കർഷകർ പങ്കെടുത്തത്. ദില്ലിയിലെ രാംലീല മൈതാനിയിൽ ഈ സമരം നടക്കുന്നതിനൊപ്പം കിസാൻ മോർച്ച രാഷ്ട്രീയേതര വിഭാഗത്തിൻ്റെ സമരം പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭൂൽ ഇപ്പോഴും തുടരുന്നുണ്ട്. നമുക്കറിയാം, നേരത്തെ വലിയ സംഘർഷത്തിന് പഞ്ചാബ് ഹരിയാന അതിർത്തിയിലെ ആ സമരം കാരണമായിരുന്നു. ഒരു യുവ കർഷകൻ കൊല്ലപ്പെടുകയും ചെയ്തു. ഏതായാലും സംയുക്ത കിസാൻ മോർച്ച രാഷ്ട്രീയേതര വിഭാഗവും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്കെതിരെ BJP-ക്കെതിരെ ശക്തമായ പ്രചരണവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. കൊല്ലപ്പെട്ട കർഷകന്റെ ചിതാഭസ്മവുമായി പ്രചരണ പരിപാടി നടത്തും എന്നാണ് സംയുക്ത കിസാൻ മോർച്ച രാഷ്ട്രീയേതര വിഭാഗവും അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംയുക്ത കിസാൻ മോർച്ചയുടെ എല്ലാ വിഭാഗങ്ങളും ഒന്നിച്ച് വലിയ പ്രചരണവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് എത്രത്തോളം BJP-ക്കെതിരെ നരേന്ദ്രമോദിക്കെതിരെ രാഷ്ട്രീയ രംഗത്ത് സ്വാധീനമുണ്ടാക്കും എന്നത് കാത്തിരുന്ന് കാണും.